നമസ്കാരം. വീണ്ടും മണിപ്പിച്ച് മലയാളം യൂട്യൂബ് ചാനലിൽ നിങ്ങളൊക്കെ കാണുന്നതിൽ എനിക്ക് വളരെ സന്തോഷം. 2 ദിവസം കൊണ്ട് സ്വർണം ₹600 ഇറങ്ങിയിരുന്നു. ഇന്ന് ഒരു ₹300 ഏറിയിരിക്കുന്നു. ഇത് കാരണം അത് തിരികെ 13,800ക്ക് എത്തിയിരിക്കുന്നു. സമയം എക്സാക്റ്റ് ആയിട്ടുള്ള പ്രൈസ് 12,800 ആണ്. ₹1000 എക്സ്ട്രാ വരി കെട്ടുന്നു നമ്മൾ. മുമ്പേ കുറച്ച് എക്സ്ട്രാ കെട്ടണം. 5000ന്റെ മുകളിൽ ഇപ്പോൾ തിരികെ ചെന്നിരിക്കുന്നു. 20 ക്യാരറ്റ് ഗോൾഡ്, 22 ക്യാരറ്റ് ഗോൾഡ്. വെള്ളിയും സ്വല്പം കയറി 2,42,000 ഫ്യൂച്ചേഴ്സ് മാർക്കറ്റിൽ ട്രേഡ് ആയിക്കൊണ്ടിരിക്കുന്നു. പക്ഷേ ഇന്ന് ഇന്ത്യക്ക് ഒരു നല്ല ദിവസമാണ്. കാരണം എന്തെന്ന് വെച്ചാൽ ഓവറോളായിട്ട് ഇറാനിയൻ സ്ട്രൈക്ക് മീഡിയ എന്ത് പറഞ്ഞു എന്നാൽ ഡ്രാഫ്റ്റ് അഗ്രിമെന്റ് സർക്കുലേറ്റ് ആയിക്കൊണ്ടിരിക്കുന്നു. ഇത് പ്രകാരം 30 ദിവസങ്ങളിൽ ഹോർമൂസിന് തുറന്നുവിടും. അതിനു മുമ്പേ അമേരിക്ക എല്ലാ കപ്പലിനെയും വെളിയിൽ പുറത്തെടുത്തോണ്ട് പോകണമെന്ന് പറഞ്ഞൊരു ഡ്രാഫ്റ്റ് അഗ്രിമെന്റ് ചുറ്റിക്കൊണ്ടിരിക്കുന്നു. അതേസമയം ട്രംപ് എന്ത് പറഞ്ഞു എന്നാൽ JD വാൻസ് ചെന്ന് യൂറോപ്പിൽ കയ്യെഴുത്തിടുമെന്നും പറഞ്ഞായിരുന്നു. പ്രിയ മാർക്കറ്റ് ഇറങ്ങി. ക്രൂഡിന്റെ വില 3 മാസം ലോയിലാണ് ഇപ്പോൾ ഇറങ്ങിയിരിക്കുന്നത്. ഇപ്പോൾ ബ്രണ്ടിന്റെ വില 88നും $95.25 വരയ്ക്കും വന്നിരിക്കുന്നു. ഓവറോൾ ആ മാർക്കറ്റ് വന്നിട്ട് 400 പോയിന്റിന്റെ മുകളിൽ കയറി. സെൻസെക്സ് വന്നിട്ട് 1695 വരയ്ക്കും കയറിയിരിക്കുന്നു. എല്ലാം കയറിയിരിക്കും ഇന്ന്. ടാസ് ലിസ്റ്റിലുള്ള ഷെയർസ് ഒക്കെ ഭയങ്കരമായിട്ട് കയറിയിരിക്കും. മാർക്കറ്റ് പ്ലസ് ആണ്. ഒരാളെ നോക്കിയാൽ ഇത് മാർക്കറ്റിന് വളരെ നല്ല ന്യൂസാണ്. ഇതിലിരുന്ന് മാർക്കറ്റ് റിക്കവർ ആകുമോ എന്ന് ചോദിച്ചാൽ ആവൂല. എന്തുകൊണ്ട് ആവൂല എന്ന് വെച്ചാൽ തിരികെ യൂഷ്വൽ പ്രോബ്ലംസ് ഒക്കെ തിരികെ വരും. ട്രംപ് ഭാഗവതർ പറഞ്ഞത് കാരണം അഗ്രിമെന്റ് സൈൻ ആയിന് നമുക്ക് ആവശ്യമില്ല. അഗ്രിമെന്റ് തീർച്ചയായിട്ടും സൈൻ ഇട്ടിരിക്കുന്നു എന്ന് ഉറപ്പായാൽ തന്നെ അത് റിയൽ സൈൻ എന്ന് നമുക്ക് എടുക്കാൻ പറ്റും. ഇന്ത്യൻ ക്രൂ ഇരിക്കുന്ന 3ാമത് കപ്പലിന് US ആർമി അടിച്ചിരിക്കുന്നു. ക്രൂഡിനെ മാറ്റിക്കൊണ്ടിരുന്നു. ജൽവീർ എന്ന ഇന്ത്യൻ ക്രൂഡ് വെസൽ ഹിറ്റ് ഇൻ 4 days. 4 ദിവസത്തിൽ 3 പ്രാവശ്യം ഇന്ത്യൻ ഷിപ്പിനൊക്കെ അടിച്ചിരിക്കുന്നു. ഒമാനിയൻ എയർഫോഴ്സ് വന്ന് നമ്മുടെ ക്രൂവിന് ബേണിംഗ് വെസലിൽ എടുത്തുകൊണ്ട് പോയി. ഗവൺമെൻറ് വന്നിട്ട് ബൾക്ക് ഫ്യൂൽ പർച്ചേസിന് റെസ്ട്രിക്ഷൻ ചെയ്തിരിക്കുന്നു. റീറ്റെയിൽ പൗണ്ട്സിൽ ബൾക്ക് ഫ്യൂൽ പർച്ചേസ് എന്ന് പറയുമ്പോൾ ഡയറക്റ്റായിട്ട് ഹോൾസെയിൽ പോയിന്റിൽ തന്നെ വാങ്ങണമെന്ന് പറയുന്നു. അത് ₹140 മുകളിൽ ഡീസലും പെട്രോളും ഇരിക്കുന്നു. ഇതിനായിട്ട് ഡീസൽ തന്നെ ബൾക്ക് ട്രാൻസാക്ഷൻ മൂലമായിട്ട് വിൽക്കുന്നു. ഇൻഡസ്ട്രിയൽ ഫ്യൂൽ എന്ന് പറയുന്നത് ഇൻഡസ്ട്രിയൽ യൂസേഴ്സിനും കൊമേഴ്ഷ്യൽ യൂസേഴ്സിനും മാത്രമാണ്. ബേസിക്കലി ഈ കൊമേഴ്ഷ്യൽ സിലിണ്ടർ വാങ്ങുന്നവരൊക്കെ ഇത് വാങ്ങണം. അതുപോലെ തന്നെ ഫാക്ടറിയിൽ ഡീസൽ കൺസ്യൂം ചെയ്യുന്നവരും മറ്റതൊക്കെ കൺസ്യൂം ചെയ്യുന്നവർക്കും റീറ്റെയിലിൽ വാങ്ങിയാൽ പമ്പിനെ ഫ്രീസ് ചെയ്യും. ഇന്ന് ഓവറോളെ നോക്കിയാൽ മാർക്കറ്റ് ഒരു ഹോപ്പിലിരിക്കുന്നു. ഫ്യൂൽ റേറ്റ്സ് കട്ടാവുമെന്ന്. പക്ഷെ അത് കട്ടാവൂല. സൗത്ത് കൊറിയൻ മാർക്കറ്റ് വന്ന് 2 ദിവസത്തിൽ 16% റിക്കവറി ആയിരിക്കുന്നു. ഉള്ളുന്ന ലെവലിനെ ക്യാപ്ചർ ചെയ്തിരിക്കുന്നു. ഈ വർഷം 95 days 95% കയറിയിരിക്കുന്നു. ബെസ്റ്റ് പെർഫോമിംഗ് മാർക്കറ്റാണ്. ഓൾ ടൈം സിൽവർ ETF-ൽ 3000 കോടി വെളിയിലെടുത്തിരിക്കുന്നു. ജനങ്ങൾ വന്നിട്ട് പ്രോഫിറ്റ് ബുക്ക് ചെയ്തിരിക്കുന്നു എന്നാണ് പറയുന്നത്. SpaceX IPO വന്ന് ഇന്ന് ലിസ്റ്റാവും. ഇലാൺ മസ്ക് ലോകത്തിൽ ആദ്യത്തെ ട്രില്യനിയർ ആയിട്ട് മാറും. $55 ബില്യൺ ആണ് IPO. എല്ലാം മടങ്ങാണ് സബ്സ്ക്രൈബ് ആയിരിക്കുന്നത്. ഫുള്ളും എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്തിരിക്കുന്നു. കാരണം $1.8 ട്രില്യൺ മുകളിൽ ഇത് ലിസ്റ്റ് ആവും. ഇതിൻ്റെ ഔട്ട്പുട്ടായിട്ട് ആദ്യത്തെ ട്രില്യനിയർ ആയിട്ട് എലാൺ മസ്ക് മാറും. ഇംഗ്ലി മനുഷ്യൻ 1 ലക്ഷം കോടിക്ക് മുകളിൽ ആശിരിക്കുന്നത്. ഓക്കെ, JLR വന്ന് ഫോഴ്സ് 3% കട്ടായിരിക്കുന്നു. ടാരിഫ് ആൻഡ് കോസ്റ്റ് പ്രഷറിനെ അവരെ കൊണ്ട് മാനേജ് ചെയ്യാൻ പറ്റാത്ത കാരണത്താൽ 3% ജോലിക്ക് ആളയച്ചു. വന്നിട്ട് ഈ പ്രോഫിറ്റബിലിറ്റീനെ ഇൻക്രീസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് കട്ട് ചെയ്തിരിക്കുന്നു. ഇന്ത്യയിൽ ടാറ്റ മോട്ടോഴ്സ് വന്ന് EV ലോഞ്ച് ചെയ്തിരിക്കുന്നു. TRI EV ആണ്. അതെന്ന് പറയുന്നത് ഓൾഡ് ക്ലാസിക്കൽ മോഡലാണ്. ലോഞ്ച് ചെയ്തു എന്ന് പറയുമ്പോൾ അത് റെഡി ആയിരിക്കുന്നു എന്നാണ് അർത്ഥം. ജൂൺ 30-ാം തീയതിയിലിരുന്നാണ് ഡെലിവറി തുടങ്ങുമെന്ന് പറയുന്നു. അടുത്തത് സെമി ഗ്ലൂട്ടൈഡ് മാർക്കറ്റാണ്. സെമി ഗ്ലൂട്ടൈഡ് മാർക്കറ്റിൽ സ്റ്റോക്ക് വളരെ ഏറിയിരിക്കുന്നു. എക്സ്പെക്ട് ചെയ്ത് അത്രയ്ക്കും പിക്കപ്പ് ഇല്ല. 45 ദിവസത്തിന് ആവശ്യമുള്ള സ്റ്റോക്ക് ഇരിക്കുന്നു. കാരണം സെമി ഗ്ലൂട്ടൈഡ് ഇൻവെൻട്രി കൺട്രോൾ ചെയ്യണതേ ഒരു വലിയ പ്രോബ്ലമാണ്. മാർക്കറ്റ് വലുതെന്ന കാരണത്താൽ എല്ലാവരും ഒരേ സമയം ഇറക്കിയിരിക്കുന്ന സ്റ്റോക്കിന്. വേദാന്ത കമ്പനിയാണ് ഒരേ സമയം ലിസ്റ്റായിട്ട് പോകുന്നത്. പിന്നെ ഡീമർജ് ചെയ്ത് ബെറ്റർ വാല്യൂ ഡിസ്കവറിക്ക് 4 കമ്പനിയെ പിരിച്ച് ലിസ്റ്റ് ചെയ്യാൻ പോകുന്നത് എന്നത് മാനമായിരിക്കുന്നു. അതുപോലെ തന്നെ JSW മോട്ടോഴ്സ് എന്ന് പറയുന്നു എന്നാൽ ഒരു ഇലക്ട്രിക് ബസ് സെഗ്മെന്റിൽ എൻ്റർ ആയിരിക്കുന്നു. ഞങ്ങൾ ടെൻഡറിൽ അഗ്രസീവായിട്ട് ബിഡ് ചെയ്ത് ഓർഡർ എടുക്കാൻ പോകുന്നതായിട്ട് പറയുന്നു. 6,230 ഈ ബസ് ടെൻഡറിൽ ഞങ്ങൾ കോട്ട് ചെയ്തിരിക്കുന്നു. വളരെ അഗ്രസീവ് റേറ്റിൽ കോട്ട് ചെയ്തിരിക്കുന്നു എന്ന് പറയുന്നു. ടാറ്റ ആൻഡ് സൺസ് എന്ത് പറയുന്നു എന്നാൽ ഈ വർഷം ഈ ഡിവിഡൻഡ് ഇൻകം 12% അടുത്ത് കുറയും. അതേസമയം അവർക്ക്
പല യൂണിറ്റ്സിന് ഫണ്ടിങ് ആവശ്യപ്പെടുന്നു. അശോക് ലെയ്ലാൻഡ് വന്നിട്ട് 11,000 കോടി ഡിഫൻസ് ഓപ്പർച്യൂണിറ്റിനെ അഡ്രസ്സ് ചെയ്യാൻ പോകുന്നു. അതായത് ഒരു ഓട്ടോണമസ് വെഹിക്കിൾ എന്ന് പറയുന്നു. TCS എന്ത് പറയുന്നു എന്നാൽ ആന്ത്രപ്പിയുടെ ഒപ്പം പാർട്ട്ണർഷിപ്പ് ചെയ്ത് ക്ലാഡ് എ ആക്സസിന് 50,000 എംപ്ലോയിക്ക് കൊടുത്തിരിക്കുന്നു. 50,000 എംപ്ലോയി ക്ലാഡിനെ യൂസ് ചെയ്യാൻ തുടങ്ങും. ഇൻഫോസിസ് വന്നിട്ട് മൾട്ടി എമായിട്ട് പല വർഷം ഇരുന്ന് ERP ഇൻഫർമേഷൻ ഡീലിന് സൈൻ ചെയ്തിരിക്കുന്നു. ഷെയർ IHH ഹെൽത്ത് കെയറിന് ഒപ്പം ചേർന്ന് ചെയ്തിരിക്കുന്നു. ഈ സ്റ്റോക്ക് ഇന്ന് രാവിലെ ഏറ്റിരിക്കുന്നു. 1 days in a row ഇൻറ്റൻസിഫൈ ആയി വിത്തിരിക്കുന്നു. മൈക്രോസോഫ്റ്റ് ആദ്യത്തെ പ്രാവശ്യം ക്വാർട്ടർലി ഡിവിഡൻഡ് 91 cents കൊടുത്തിരിക്കുന്നു. ഇത് നമ്മൾ എന്ത് നോട്ട് ചെയ്തു എന്നാൽ ബിൽ ഗേറ്റ്സ് വന്നിട്ട് ഷെയറിനെ മൊത്തമായിട്ട് വിറ്റുകൊണ്ട് വെളിയിൽ ഇറങ്ങിയിരിക്കുന്നു. ഗ്ലോബൽ മാർക്കറ്റ് വന്നിട്ട് ഓപ്റ്റിമിസമും ഓയിൽ ഷോക്കിൻ്റെ ഇടയ്ക്കും സ്വിങ് ആകുന്നു. 31,000 ബില്യൺ വർത്ത് ഓഫ് ലാർജ് ഷെയർസ് ഓഫ് ഇന്ത്യ സെപ്റ്റംബറിൻ്റെ അകത്ത് ട്രേഡ് ആകും. ഈ 75 കമ്പനി IPO ഇട്ടവർ ഈ ഷെയർസിനെ വെളിയിൽ വിടും. സിറ്റി ബാങ്ക് എന്ത് പറയുന്നു എന്നാൽ ടാർഗറ്റ് 26 റീച്ച് ആയാൽ തന്നെ ലക്കാണ്. ഇന്ത്യൻ റേറ്റ് EM മാർക്കറ്റിൽ കുറച്ചിരിക്കുന്നു. അതുപോലെ തന്നെ വോഡഫോണിൽ 4,750 കോടി രൂപ ഇൻവെസ്റ്റ് ചെയ്തിരിക്കുന്നു. ഒരു അബ്ദുള്ള ഫാമിലിയാണ്. ECB വന്നിട്ട് റേറ്റിന് 25% ഏറ്റിയിരിക്കുന്നു. ഇൻഫ്ലേഷൻ വന്നിട്ട് റിസ്ക് കൂടുതലിരിക്കുന്ന കാരണം ഇന്ന് ഫെഡ് വേറെ ഓപ്ഷൻ ഇല്ലാതെ നിർത്താൻ പോകുന്നു. അൺലെസ് മാർക്കറ്റ് ഓവറാൾ കറക്റ്റായാൽ തന്നെ ഓവറാളായിട്ട് സ്റ്റേബിളായിരിക്കുന്നു. അമേരിക്കയിലും യൂറോപ്പിലും ഇൻട്രസ്റ്റ് റേറ്റ് കയറ്റുവാണെങ്കിൽ ഗോൾഡ് കറപ്റ്റ് ആവും. ഗോൾഡ് എത്രയും ദൂരം കറപ്റ്റ് ആവുന്നു അത്രയ്ക്ക് നിങ്ങൾക്ക് എടുക്കാം. 2-3 ദിവസം കൊണ്ട് പട്ടാസ് ലിസ്റ്റിലിരിക്കുന്ന സ്റ്റോക്സ് ഒക്കെ നിങ്ങൾക്ക് നല്ല വിലയിൽ കിട്ടിയിരിക്കും. ഈ കൊല്ലം മുഴുവതും ഇങ്ങനെ തന്നെ ഇരിക്കും. മാർക്കറ്റ് വീക്കായിരിക്കും. എന്തെന്ന് വെച്ചാൽ നമ്മൾ മ്യൂച്വൽ ഫണ്ട്സ് റെഡി ആയിട്ട് വിടാതിരിക്കാൻ വേണ്ടി അവർ നിർത്തി വയ്ക്കുന്നു. പതിയെ പതിയെ വിൽക്കും. പട്ടാസ് ലിസ്റ്റിൽ ആവശ്യമുള്ള സ്റ്റോക്കിന് 1-2 എന്ന് എടുക്കാം. നന്ദി, നമസ്കാരം. എന്തെങ്കിലും നിങ്ങൾക്ക് സംശയമുണ്ട്, എന്നെ കോൺടാക്ട് ചെയ്യണമെന്ന് നിങ്ങൾ വിചാരിക്കുവാണെങ്കിൽ താഴെ കൊടുത്തിരിക്കുന്ന മെയിൽ ഐഡിക്ക് നിങ്ങൾ മെയിൽ അയക്കാം. ഞങ്ങളുടെ ടീം നിങ്ങളൊപ്പം കോൺടാക്ട് ചെയ്യും. താങ്ക് യു. എല്ലാവർക്കും നമസ്കാരം. കൊച്ചുങ്ങളുടെ ഫിനാൻഷ്യൽ ലിറ്ററസി ബുക്ക് മണി ഫോർ നത്തിങ് എന്ന ഒരു 2ാമത് പാർട്ട് ചെക്ക് എങ്ങനെയാണ് ഫില്ല് ചെയ്യണം, ഈ ഡെപ്പോസിറ്റ് ബില്ലൊക്കെ എങ്ങനെയാണ് ഫില്ല് ചെയ്യണം, ആശയം എങ്ങനെയാണ് എവോൾവ് ആയി വന്നു, ബാർട്ടറിലിരുന്ന് ഡിമോണിറ്ററൈസേഷൻ വരെയുള്ള കാര്യങ്ങളൊക്കെ കവർ ചെയ്തിട്ടുണ്ട്. ഇത് 10 മുതൽ 12 വയസ്സ് വരെയുള്ള കൊച്ചുങ്ങൾക്ക് ഇത് വളരെ യൂസ്ഫുൾ ആയിട്ടിരിക്കും. ഈ ബുക്കിന് ഇപ്പോൾ ഒരു സ്പെഷ്യൽ പ്രൈസിൽ 450 രൂപയ്ക്കാളെ കൊടുക്കുന്നു. നിങ്ങൾ ഇതിന് യൂസ് ചെയ്യാം. honeypage.com വെബ്സൈറ്റിനെ സബ്സ്ക്രൈബ് ചെയ്യാം. ഒരാഴ്ചയ്ക്ക് 4 പ്രീമിയം ആർട്ടിക്കിളും ഈ ആർട്ടിക്കിൾസ് ഒരു 10-15 ഇടുന്നു. ഇത് സബ്സ്ക്രിപ്ഷൻ മൂലം നിങ്ങൾ ഇതിനെ ഉപയോഗിക്കാം. ഒരു മാസത്തിന് വെറും 99 രൂപ മാത്രമാണ്. ഞാൻ പറയുന്ന കോൺസെപ്റ്റ്സിനൊക്കെ വളരെ എക്സ്പ്ലെയിൻ ചെയ്ത് നിങ്ങൾക്ക് മനസ്സിലാവുന്ന രീതിക്കാണ് ഇതിൽ ഇടുന്നത്. ഇത് നിങ്ങൾ വായിക്കുവാണെങ്കിൽ നിങ്ങൾക്ക് ഒരുപാട് പ്രയോജനം ഉണ്ടാകും. നന്ദി, നമസ്കാരം. കൊച്ചുമേക്ക് വേണ്ടി ഒരു പുസ്തകം ലോഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു. അത് വളരെ സക്സസ്ഫുൾ ആയിട്ടും പോയി. ആ പുസ്തകം ആവശ്യമുണ്ടെങ്കിൽ ഈ ടീമിൽ എനിക്ക് കോൺടാക്ട് ചെയ്യാം. താഴെ ഇരിക്കുന്ന നമ്പർ എന്നെ വിളിച്ചാൽ മതി. അല്ലെങ്കിൽ വെബ്സൈറ്റിൽ കോൺടാക്ട് ചെയ്യാം. ഇത് മൂലം ആ പുസ്തകം എനിക്ക് വാങ്ങാം. മറ്റ് പുസ്തകങ്ങളും അവൈലബിൾ ആണ്. അതുപോലെ തന്നെ വാട്സപ്പ് മൂലം നിങ്ങൾക്ക് വാങ്ങാം. അല്ലെങ്കിൽ വെബ്സൈറ്റ് ഉപയോഗിച്ചും നിങ്ങൾക്ക് വാങ്ങാം. നന്ദി, നമസ്കാരം.